ഹലോ പോസിറ്റീവ് സോൾസ്, വെൽക്കം ടു സ്പിരിച്വൽ ഹീലിംഗ് ടാരറ്റ്സ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യുന്നത്, നിങ്ങൾ ഒരു എക്സാം പാസ്സാവാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണെങ്കിൽ നിങ്ങൾക്കുള്ള ഒരു കുറുക്കു വഴിയാണ്. പലരും ചോദിക്കാറില്ല, കുറുക്കു വഴി എന്ന് നമുക്കിവിടെ പറയാൻ പറ്റില്ല. നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ളത് നിങ്ങൾ ചെയ്യേണ്ടതുണ്ട്. പക്ഷേ എന്നിരുന്നാലും നമ്മൾ എത്ര ശ്രമിച്ചിട്ടും ചില കാര്യങ്ങൾ, ചില എക്സാംസ് നമ്മൾ എത്ര ശ്രമിച്ചിട്ടും പാസ്സാവാറില്ലാത്തതോ, നമ്മൾ എത്ര ഹാർഡ് വർക്ക് ചെയ്തിട്ടും നടക്കാത്ത കാര്യങ്ങളും, ഇങ്ങനെയൊക്കെയുള്ളൊരു സിറ്റുവേഷനിൽ നിങ്ങളുടെ ഭാഗത്ത് നിങ്ങൾ എഫേർട്ട് ഇടുകയും ചെയ്യണം എന്നുള്ളതാണ് കേട്ടോ. അത് ആദ്യമേ പറയുന്ന കാര്യമാണ്. വെറുതെ പോയിരുന്നിട്ട് ചെയ്തുകൊണ്ട് എക്സാം പാസ്സാവില്ല. അപ്പോൾ നിങ്ങളൊരു എക്സാം പാസ്സാവാൻ ഉദ്ദേശിക്കുന്നുണ്ട് എങ്കിൽ ചെയ്യാവുന്നൊരു മാനിഫെസ്റ്റേഷനാണത്. അത് വളരെ പവർഫുൾ ആയിട്ടുള്ള മാനിഫെസ്റ്റേഷനാണ്. പക്ഷേ ഓൺലി തിങ് ദാറ്റ് യു നീഡ്, ഇതിവിടെ മെയിനായിട്ട് വേണ്ട കാര്യം ഫെയ്ത്താണ്. അതായത് നിങ്ങൾ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നുണ്ടെങ്കിൽ മാത്രം. നമുക്കതിലേക്ക് കിടക്കാം. പിന്നെ പ്രൈവറ്റ് കൺസൾട്ടേഷൻ താല്പര്യമുണ്ടെങ്കിൽ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ നോക്കാം കേട്ടോ. അപ്പോൾ ഇതിന് നമുക്ക് ആകെ വേണ്ടുന്ന ഒരു കാര്യം, ഒന്ന് മെയിനായിട്ട് വേണ്ടുന്ന ഒരു ഗ്ലാസ് വെള്ളമാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് പറയാം. ആദ്യം തന്നെ നിങ്ങളൊരു എക്സാം, എന്തെങ്കിലും വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ള എക്സാം പാസ്സാവാൻ ശ്രമിച്ചു, നടക്കാതെ പോകുന്നു, നിങ്ങൾ ഒത്തിരി പരിശ്രമിച്ചു, നിങ്ങളുടെ ഭാഗത്ത് നിന്നിട്ട് നടക്കുന്നില്ലാത്തതാണെങ്കിൽ നമ്മൾ ചെയ്യേണ്ടുന്നത്, ആദ്യം തന്നെ നിങ്ങൾ ഏതെങ്കിലും ഒരു പുസ്തകം, അതായത് നിങ്ങൾ ഏത് എക്സാമാണ് പാസ്സാവാൻ ഉദ്ദേശിക്കുന്നത്. നമ്മളിപ്പം ഒരു പ്രത്യേക എക്സാം ആണെങ്കിൽ ആ എക്സാമിന് വേണ്ടിയിട്ട് നിങ്ങൾ ഉപയോഗിക്കുന്ന പുസ്തകം, അപ്പോൾ നിങ്ങൾ പാസ്സാവാൻ ഉദ്ദേശിക്കുന്ന ആ ഒരു എക്സാമിൻ്റെ പുസ്തകം നമ്മൾ ആദ്യം എടുക്കുക, ആ ബുക്ക്. പിന്നെ ഈ വാട്ടർ, അതായത് എപ്പോഴും നമ്മളൊരു ചില്ല് ഗ്ലാസ്സിനാണ് ചാൻസസ്. നമ്മളെപ്പോഴും പ്ലാസ്റ്റിക്കോ അല്ലെങ്കിൽ മറ്റ് ഇതിനേക്കാൾ കൂടുതൽ എപ്പോഴും ഒരു ഗ്ലാസ്, അതായത് ചില്ല് ഗ്ലാസ്സിനാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം നമ്മൾ ഇങ്ങനെയുള്ള റിച്വൽസ് ചെയ്യുമ്പോൾ. ഒരു ചില്ല് ഗ്ലാസ്സിൽ ഇതേപോലെ വെള്ളം എടുത്ത് വയ്ക്കാം. അത് ഈ നിങ്ങൾ ഉപയോഗിക്കുന്ന പുസ്തകത്തിൻ്റെ മുകളിലായിട്ട് വയ്ക്കുക. അതിനുശേഷം നിങ്ങൾ പറയേണ്ടുന്ന കാര്യം, let all the knowledge I gained or all the knowledge in this book be absorbed into the water. അതായത് ഈ പുസ്തകത്തിലുള്ള എല്ലാ ജ്ഞാനവും, ഞാൻ പഠിച്ചിട്ടുള്ളതുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഈ ഒരു ഗ്ലാസ്സിലെ വെള്ളത്തിലേക്ക് ആവാഹിക്കുക എന്നുള്ളതാണ്, അബ്സോർബ് ചെയ്യുക എന്നുള്ളത്. അത് പറയുന്നത് ഇൻറ്റൻഷനാണ്. ആ ഒരു ഇൻറ്റൻഷൻ നിങ്ങൾ വ്യക്തമായിട്ട് പറയാം. ഇൻറ്റൻഷൻ പറയുമ്പോൾ നിങ്ങളുടെ മൈൻഡിൽ ഉറപ്പുണ്ടായിരിക്കണം നിങ്ങൾ എന്താണ് നിങ്ങൾ പറയുന്ന കാര്യത്തിൽ നിങ്ങൾക്കൊരു വിശ്വാസം, പൂർണ്ണമായിട്ടും തന്നെ നിങ്ങൾക്ക് ആ പറയുന്ന കാര്യത്തിൽ വിശ്വാസം ഉണ്ടായിരിക്കേണ്ടതാണ്. ഓക്കെ, അതിനുശേഷം നിങ്ങളത് പറഞ്ഞതിന് ശേഷം ഇത് ഒരു എന്തെങ്കിലും ഒന്ന് വെച്ചിട്ട് നിങ്ങൾ മൂടി വയ്ക്കാവുന്നതാണ്. നിങ്ങൾക്കിപ്പോൾ നിങ്ങൾ എന്താണ് എന്നുള്ളത് വളരെ വൃത്തിയുള്ള എന്തെങ്കിലും ഒരു വസ്തു കൊണ്ടിട്ട് അത് മൂടി വയ്ക്കുക, അതിൽ പൊടി കാര്യങ്ങളൊന്നും വീഴാതിരിക്കുന്നതിന് വേണ്ടിയിട്ട്. നമ്മളിവിടെ അടച്ച് വച്ചിരിക്കുന്ന പോലെ ഇതുപോലെ എന്തെങ്കിലും ഒന്ന് വെച്ചിട്ട് നിങ്ങൾക്കത് ക്ലോസ് ചെയ്ത് വയ്ക്കാവുന്നതാണ്. അപ്പോൾ അത് നിങ്ങൾക്ക്, ഇത് നിങ്ങളിങ്ങനെ അടച്ച് വയ്ക്കുന്നത് ഇതിലേക്ക് എന്തെങ്കിലും പൊടി വീഴാതിരിക്കാൻ സഹായിക്കുന്ന ഒന്നാണ്. പിന്നെ അതുപോലെ തന്നെ ഇത് ഓവർനൈറ്റ് വയ്ക്കുക. അപ്പോൾ രാത്രി, തലേ ദിവസം രാത്രി, പിറ്റേ ദിവസമാണ് എക്സാം എങ്കിൽ തലേ ദിവസം രാത്രിയാണ് ഇത് ചെയ്യേണ്ടത്. എടുത്ത് വെച്ചതിന് ശേഷം പിറ്റേ ദിവസം ഇത് ചെയ്ത് കഴിഞ്ഞിട്ട്, നമ്മൾ ഇൻറ്റൻഷൻ സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട്, നമ്മളിപ്പോൾ പ്രാർത്ഥന കഴിഞ്ഞ് നമ്മൾ ക്രിസ്ത്യൻസ് ആണെങ്കിൽ ആമേൻ പറയും, അല്ലെങ്കിൽ പ്രാർത്ഥന ഒക്കെ തീർന്നു കഴിഞ്ഞ് പറയുന്ന പോലെ സോ മോട്ട് ഇറ്റ് ബി എന്ന് പറയാം. സോ മോട്ട് ഇറ്റ് ബി എന്ന്, അതായത് അതങ്ങനെ തന്നെ ആവട്ടെ, നമ്മൾ പറയില്ലേ, അങ്ങനെ തന്നെ ആയിരിക്കട്ടെ എന്നുള്ളത്, ഈശോമിശോയ്ക്ക് സ്തുതി ആയിരിക്കട്ടെ എന്ന് പറയുമ്പോൾ അത് അങ്ങനെ ആയിരിക്കട്ടെ എന്ന് പറയുന്ന പോലെ. അതിനുശേഷം ഇത് കവർ ചെയ്ത് വയ്ക്കാം. എന്നിട്ട് പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റിട്ട് ആദ്യം തന്നെ ചെയ്യേണ്ടുന്ന കാര്യം, അതായത് പല്ലൊക്കെ തേച്ച് കഴിഞ്ഞിട്ട് ആദ്യം തന്നെ ചെയ്യേണ്ടത്, വെറും വയറ്റിൽ ഈ ഒരു വെള്ളം കുടിക്കുമ്പോൾ അത് വിഷ്വലൈസ് ചെയ്യുക, ഈ ഒരു പുസ്തകത്തിലുള്ള എല്ലാ നോളജും ഇതിലേക്ക് അബ്സോർബ് ആയിട്ടുണ്ട് എന്ന് മൈൻഡിൽ വിഷ്വലൈസ് ചെയ്തിട്ട് ഈ വെള്ളം കുടിക്കാം. ഓക്കെ, ഇതാണ് നിങ്ങൾ ചെയ്യേണ്ടുന്ന കാര്യം. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, ഒന്നും പഠിക്കാതെ ഇരുന്നിട്ട് ഇത് ചെയ്തുകൊണ്ട് കാര്യമില്ല. നിങ്ങളുടെ ഭാഗത്തു നിന്ന് നിങ്ങൾ ഒത്തിരി ശ്രമിച്ചിട്ട് നടക്കാതെ പോയിട്ടുള്ള കാര്യമാണെങ്കിൽ നിങ്ങളുടെ ഭാഗത്ത് നിങ്ങളിത് പഠിച്ച് ഈ ഒരു റിച്വൽ ചെയ്തിട്ട് പോവുക എങ്കിൽ നിങ്ങൾക്ക് ചാൻസസ് ആർ വെരി ഹൈ, നിങ്ങൾക്ക് ഇപ്രാവശ്യം ആ എക്സാം നിങ്ങൾ ക്രാക്ക് ചെയ്യുന്നതായിരിക്കും എന്നുള്ളത്. ഓക്കെ, അപ്പോൾ അതാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇന്നത്തെ ഒരു റിച്വൽ എന്ന് പറയുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഓൾ ഫോർ വാച്ചിങ്.